ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്ത് റൂട്ട്. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ M.Sc മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ ഇലക്റ്റീവ് പേപ്പറുകളിലൊന്നായ ക്രിപ്റ്റോഗ്രാഫിയെക്കുറിച്ചാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിൻ്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇത് ഒരു 3 ക്രെഡിറ്റ്സ് ഉള്ളൊരു പേപ്പറാണ് നമ്മുടെ ക്രിപ്റ്റോഗ്രാഫി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്, ഡഗ്ലസ് ആർ സ്റ്റിൻസൻ്റെ ക്രിപ്റ്റോഗ്രാഫി തിയറി ആൻഡ് പ്രാക്ടീസ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 മൊഡ്യൂൾസാണ് ഉണ്ടായിരിക്കുക. 3 മൊഡ്യൂൾസിലും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കണ്ടൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. വളരെ ചെറിയ ക്രെഡിറ്റ്സ് ഉള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പേപ്പർ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂൾസായിട്ട് ഓരോ ലെക്ചർ സീരീസ് ആയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മാത്ത് റൂട്ടിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററാണ് ക്ലാസിക്കൽ ക്രിപ്റ്റോഗ്രാഫി. ഓക്കെ, നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ബേസിക്സ് ആണ്. ഇപ്പോൾ 2 പേരുണ്ട്, ആലീസ് ആൻഡ് ബോബ്. ഓക്കെ, 2 നെയിംസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന 2 നെയിംസാണ് ആലീസ് ആൻഡ് ബോബ്. ഓക്കെ, ആലീസിന് ബോബിൻ്റെ കയ്യിലേക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്യണം. ഓക്കെ, ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. ആലീസ് ബോബിന് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഒരു പുതിയ ആൾ വരും. അയാളെ നമ്മൾ ഓസ്കാർ എന്ന് വിളിക്കുക. ഓക്കെ, ഓസ്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആലീസ് ബോബിന് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അയാൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ ആലീസിന് എന്താ ചെയ്യേണ്ടത്, ആലീസിന് ബോബിലേക്ക് മെസ്സേജ് പാസ് ചെയ്യണം, പക്ഷേ ആരും അറിയരുത്. ഓക്കെ, ആ ഒരു രീതിയിൽ മെസ്സേജ് പാസ് ചെയ്യണം. പക്ഷേ ഈ ഓസ്കാർ ഇതിനിടയിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ആലീസ് അയക്കുന്ന മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആലീസിന് ഒരു മെസ്സേജ് ബോബിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ആലീസ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, ആലീസിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമല്ലോ ബോബിലേക്ക്. ആലീസിന് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്നാണ് പറയുക. ആലീസ് ഒരു പ്രത്യേക കോഡ് രൂപത്തിലാണ് ബോബിന് ഈ മെസ്സേജ് സെൻഡ് ചെയ്യുക. ഓക്കെ, ആലീസിൻ്റെ കയ്യിലുള്ള പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ബോബിന് ആലീസ് സെൻഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക കോഡ് രൂപത്തിലാണ്. എന്തിനാണ് കോഡ് രൂപത്തിൽ സെൻഡ് ചെയ്യുന്നത്, ഓസ്കാറിന് ആ മെസ്സേജ് മനസ്സിലാക്കാൻ പാടില്ല. ഓക്കെ, വേറൊരു ആൾ അതിനിടയിൽ നിന്നിട്ട് ആ മെസ്സേജ് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആലീസ് പ്ലെയിൻ ടെക്സ്റ്റ് എന്നുള്ള സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് കോഡ് രൂപത്തിൽ ബോബിന് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബോബിന് കിട്ടുന്ന മെസ്സേജ് ഒരു കോഡ് രൂപത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ആ മെസ്സേജിനെ, ബോബിന് കിട്ടിയ മെസ്സേജിന് നമ്മൾ പറയാം സിഫർ ടെക്സ്റ്റ്. ഓക്കെ, സിഫർ ടെക്സ്റ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആലീസ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ബോബിന് കോഡ് രൂപത്തിൽ സെൻഡ് ചെയ്യുമ്പോൾ ആലീസ് ഒരു പ്രത്യേക കീ യൂസ് ചെയ്യും. ഇവിടെ ഇതിനിടയിൽ ഒരു കീ യൂസ് ചെയ്യും. ഓക്കെ, ആ കീ ആർക്കറിയണം, ബോബിന് അറിയണം. അങ്ങനെയാണെങ്കിൽ ബോബിന് കിട്ടുന്ന കോഡ് രൂപത്തിലുള്ള മെസ്സേജ് ഈ കീ യൂസ് ചെയ്തിട്ട് ബോബിന് ഒറിജിനൽ മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കോഡ് രൂപത്തിലുള്ള മെസ്സേജ് ഒരു പ്രത്യേക കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയ ഫോമിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ കിട്ടുന്ന മെസ്സേജ് ഏത് രൂപത്തിലായിരിക്കും, ഒരു കോഡ് രൂപത്തിലായിരിക്കും. ആ കോഡ് ആർക്കറിയണം, നമ്മുടെ ബോബിനറിയണം. ആ ബോബ് എന്ത് ചെയ്യും, കീ യൂസ് ചെയ്തിട്ട് വീണ്ടും ഒറിജിനൽ മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ബോബിന് മനസ്സിലാവുന്നത് ആലീസ് അയച്ച മെസ്സേജ് ഇതാണെന്ന് മനസ്സിലാവും. പക്ഷേ ഈ കീ ആർക്ക് അറിയാൻ പാടില്ല, ഇതിനിടെയുള്ള ഓസ്കാറിന് അറിയാൻ പാടില്ല. ഓക്കെ, അതാണ് ഈ ക്രിപ്റ്റോഗ്രാഫിയുടെ ഒരു ഐഡിയ. ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഇത്രയാണ്. ഓക്കെ, ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ? ഓക്കെ, എ ക്രിപ്റ്റോ സിസ്റ്റം ഈസ് എ 5 ടപ്പിൾ. ഓക്കെ, ഒരു ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 5 ടപ്പിൾ ആയിരിക്കും. സ്ക്രിപ്റ്റ് പി, സ്ക്രിപ്റ്റ് സി, സ്ക്രിപ്റ്റ് കെ, സ്ക്രിപ്റ്റ് ഇ, സ്ക്രിപ്റ്റ് ഡി. ഓക്കെ, അപ്പോൾ എല്ലാം സ്ക്രിപ്റ്റ് ലെറ്റേഴ്സാണ്.
ഓക്കെ, സ്ക്രിപ്റ്റ് പി, സ്ക്രിപ്റ്റ് സി, സ്ക്രിപ്റ്റ് കെ, സ്ക്രിപ്റ്റ് ഇ ആൻഡ് സ്ക്രിപ്റ്റ് ഡി. ഈ ഒരു 5 ടപ്പിളിനെയാണ് നമ്മൾ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ 5 ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. വേർ ദി ഫോളോവിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? പി എന്താണ്? സ്ക്രിപ്റ്റ് ബി ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോസിബിൾ പ്ലെയിൻ ടെക്സ്റ്റ്. സ്ക്രിപ്റ്റ് പി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റുകളുടെ ഒരു കളക്ഷൻ ആയിരിക്കും. പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പി എന്നുള്ള കളക്ഷനിൽ ഉണ്ടായിരിക്കും എന്തായിരിക്കും? നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ്, അതായത് പ്ലെയിൻ ടെക്സ്റ്റുകളായിരിക്കും. സി എന്താണ്? സ്ക്രിപ്റ്റ് സി ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോസിബിൾ സിഫർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിൾ സിഫർ ടെക്സ്റ്റുകളായിരിക്കുന്നത് നമ്മുടെ സി. അതായത് നമുക്ക് ഒരാളിപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് സെൻഡ് ചെയ്തു, അയാളുടെ കയ്യിലൊരു പുതിയ രൂപത്തിലായിരിക്കുമല്ലോ മെസ്സേജ് കിട്ടുക, അതിനാണ് നമ്മൾ സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് കെ എന്തായിരിക്കും? ദി കീ സ്പേസ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോസിബിൾ കീസ്. അപ്പോൾ സ്ക്രിപ്റ്റ് കെയിൽ ഉണ്ടായിരിക്കും എന്തായിരിക്കും? കീസ് ആയിരിക്കും. അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു കോഡ് രൂപത്തിലാക്കി മാറ്റിയിട്ട് അതിനെ ഒറിജിനൽ മെസ്സേജ് ആക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കീ ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക? സ്ക്രിപ്റ്റ് കെ എന്ന കീ സ്പേസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ പോസിബിൾ കീസിൻ്റെ സെറ്റിന് നമ്മൾ സ്ക്രിപ്റ്റ് കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പി സി കെ ഇതാണ്. ഇനി എന്താണ് സ്ക്രിപ്റ്റ് ഇയും സ്ക്രിപ്റ്റ് ഡി എന്ന് നോക്കാം. ഓക്കെ, ഫോർ ഈച്ച് കെ ബിലോങ്സ് ടു കെ. ഓക്കെ, നമ്മൾ ഈ സ്ക്രിപ്റ്റ് കെ എന്നുള്ള ഏതൊരു എലമെൻറ്റ് കെ എടുത്തു കഴിഞ്ഞാലും, ദാറ്റ് മീൻസ് ഏതൊരു കീ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ദർ ഈസ് ആൻ എൻക്രിപ്ഷൻ റൂൾ ഇ കെ. അവിടെ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഒരു റൂള്, എൻക്രിപ്ഷൻ റൂള് ഇ കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഇ കെ എന്തിലുണ്ടായിരിക്കും? സ്ക്രിപ്റ്റ് ഇയിലുള്ളൊരു റൂളായിരിക്കും, ഒരു എൻക്രിപ്ഷൻ റൂളായിരിക്കും. ആൻഡ് എ കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ റൂൾ ഡി കെ. ഓക്കെ, അതേപോലെ നമുക്കൊരു ഡീക്രിപ്ഷൻ റൂള് ഡി കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എവിടെ? സ്ക്രിപ്റ്റ് ഡിയിൽ, ബിലോങ്സ് ടു ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് കീ സ്പേസിൽ നിന്ന് നമ്മളൊരു കീനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഒരു എൻക്രിപ്ഷൻ റൂൾ ഇ കെയും ഒരു ഡീക്രിപ്ഷൻ റൂള് ഇ കെയും ഒരു ഡീക്രിപ്ഷൻ റൂൾ ഡി കെയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ എൻക്രിപ്ഷൻ റൂൾ ഇ കെ ഇതാണ്. എൻക്രിപ്ഷൻ റൂൾ എന്ന് പറയുന്നത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സെറ്റിൽ നിന്ന് സിഫർ ടെക്സ്റ്റിൻ്റെ സെറ്റിലേക്കായിരിക്കും നമ്മുടെ എൻക്രിപ്ഷൻ റൂൾ ഉണ്ടായിരിക്കുക. ഓക്കെ, അതേപോലെ ഡീക്രിപ്ഷൻ റൂൾ എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും? സിഫർ ടെക്സ്റ്റിൻ്റെ സെറ്റിൽ നിന്ന് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സെറ്റിലേക്ക്. ഓക്കെ, ഇനിയൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദേ സാറ്റിസ്ഫൈ ദി കണ്ടീഷൻ ഡി കെ ഓഫ് ഇ കെ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവറി പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ബിലോങ്സ് ടു പി. ഓക്കെ, നമ്മൾ ഏതൊരു പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് നമ്മൾ ചൂസ് ചെയ്താലും അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ഡി കെ ഓഫ് ഇ കെ ഓഫ് എക്സ് എക്സ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 റൂൾസ് ഇ കെയും ഡി കെയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു 5 ടപ്പിളിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? നമ്മുടെ ക്രിപ്റ്റോ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഡെഫിനിഷൻ നോക്കുക. ഈച്ച് ഇ കെ ഫ്രം സ്ക്രിപ്റ്റ് പി ടു സ്ക്രിപ്റ്റ് സി ആൻഡ് ഡി കെ ഫ്രം സ്ക്രിപ്റ്റ് സി ടു സ്ക്രിപ്റ്റ് പി ആർ ഫങ്ഷൻ സച്ച് ദാറ്റ് dk of ek of x equal to x for every plain text element x belongs to script p. Okay, സോ നമ്മൾ പറഞ്ഞു എന്ത്? ഇ കെ എന്നുള്ളത് പിയിൽ നിന്ന് സിയിലേക്കുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇ കെ എന്നുള്ളത് പിയിൽ നിന്ന് സിയിലേക്കുള്ളതാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇ കെ ഓഫ്, നമ്മളിവിടെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പി എന്നുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റാണ് നമ്മുടെ എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. സോ ഇ കെ ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ സ്ക്രിപ്റ്റ് സിയിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എന്നുള്ള എലമെൻറ്റ് വേറൊരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എക്സിനെ പിയിൽ നിന്ന് ചൂസ് ചെയ്തു. അതിനെ ഇ കെ എന്നുള്ളത് ഫങ്ഷൻ എങ്ങോട്ട് മാപ്പ് ചെയ്യും? സ്ക്രിപ്റ്റ് സിയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഇ കെ ഓഫ് എക്സ് എന്നുള്ളത് എന്താണ്? ഇതൊരു കോഡ് രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മുടെ ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ ഡി കെ നമ്മൾ ചൂസ് ചെയ്യുക. ഡി കെ എവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും? സിയിൽ നിന്ന് സ്ക്രിപ്റ്റ് സിയിൽ നിന്ന് സ്ക്രിപ്റ്റ് പിയിലേക്കായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഡീക്രിപ്റ്റ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ആലീസ്
നമ്മുടെ ആലീസ് ആണ് എന്ത് ഈ പ്ലെയിൻ ടെക്സ്റ്റിലെ എക്സിനെ എങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്, സിയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആർക്ക് കിട്ടി, ഈ കെ ഓഫ് എക്സ് എന്നുള്ള ഈ കോഡ് ഇത് ബോബിന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ബോബ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബോബ് ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യും. എങ്ങനെ, ടി കെ ഓഫ്, ഇനി അപ്പോൾ ബോബിൻ്റെ കയ്യിൽ എന്ത് മെസ്സേജാണുള്ളത്, നമുക്കറിയാം ഇ കെ ഓഫ് എക്സ് എന്നുള്ള മെസ്സേജാണ് ബോബിൻ്റെ കയ്യിലുള്ളത്. സോ ഡി കെ ഓഫ് ഇ കെ ഓഫ് എക്സ് ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് കിട്ടി. അത് എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ഒറിജിനൽ മെസ്സേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആലീസ് ഒരു എക്സിനെ സെൻഡ് ചെയ്യും. ഓക്കെ, അത് ഏത് രൂപത്തിൽ, കോഡ് രൂപത്തിൽ. സോ അതെങ്ങനെയാണ് കോഡ് രൂപത്തിലാക്കുക, ഇ കെ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. സോ ഇ കെ ഓഫ് എക്സ് ഒരു കോഡായിരിക്കും. സോ എക്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ കെ ഓഫ് എക്സ് ഒരു കോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇ കെ ഓഫ് എക്സ് ആലീസ് സെൻഡ് ചെയ്ത് ബോബിലെത്തും. അപ്പോൾ ബോബിൻ്റെ കയ്യിൽ ഇ കെ ഓഫ് എക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ബോബ് എന്ത് ചെയ്യും, ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ ഡി കെ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തിരിച്ച് ആ കോഡിനെ ഒറിജിനൽ മെസ്സേജ് എക്സ് ആക്കി മാറ്റും. ഓക്കെ, ഈ ഒരു സെറ്റപ്പാണ് എന്ത് നമ്മുടെ ക്രിപ്റ്റോ സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആ കാര്യത്തിന് ഒന്നുകൂടെ പറയാം. ദി മെയിൻ പ്രോപ്പർട്ടി ഈസ് പ്രോപ്പർട്ടി 4. സോ നമ്മൾ 4 പ്രോപ്പർട്ടീസ് പഠിച്ചല്ലോ. ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 5 ടപ്പിളാണ്. ഇതിൽ 4 പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി 4 ആണ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി 4 ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതെന്താണ് പറയുന്നത്, ഇറ്റ് സേസ് ദാറ്റ് ഇഫ് എ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ഈസ് എൻക്രിപ്റ്റഡ് യൂസിങ് ഇ കെ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ഉണ്ട്, അതായത് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഒരു മെസ്സേജ് എക്സ് ഉണ്ട്. അത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തു. എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കോഡാക്കി മാറ്റി. ഏത് വെച്ചിട്ട്, ഇ കെ എന്നുള്ള റൂൾ വെച്ചിട്ട്. ഓക്കെ, ആൻഡ് ദ റിസൾട്ടിങ് സിഫർ ടെക്സ്റ്റ് ഈസ് സബ്സീക്വൻ്റ്ലി ഡീക്രിപ്റ്റഡ് ബൈ ഡി കെ. അപ്പോൾ നമുക്ക് ഇ കെ വെച്ചിട്ട് നമ്മൾ കോഡാക്കിയ എക്സിനെ നമ്മൾ വീണ്ടും ഒറിജിനൽ മെസ്സേജ് ആക്കുന്നത് ഡി കെ എന്നുള്ള ഡീക്രിപ്ഷൻ കോഡ് വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ദി ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് റിസൾട്ട്സ്. സോ നമുക്ക് എന്ത് കിട്ടും, ഡി കെ വെച്ചിട്ട് കോഡിനെ ഒറിജിനൽ മെസ്സേജ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. ആലീസ് ആൻഡ് ബോബ് വിൽ എംപ്ലോയ് ദി ഫോളോവിങ് പ്രോട്ടോകോൾ ടു യൂസ് എ സ്പെസിഫിക് ക്രിപ്റ്റോ സിസ്റ്റം. ഓക്കെ, ആലീസും ബോബും ഒരു പ്രത്യേക പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ദേ ചൂസ് എ റാൻഡം കീ കെ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് കെ. ആദ്യം അവരെന്ത് ചെയ്യും, ഒരു റാൻഡം കീ ചൂസ് ചെയ്യും. കീ സ്പേസ് എന്നൊരു പ്രത്യേക കീ അത് ഒരു റാൻഡമായിട്ട് ചൂസ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഡൺ വെൻ ദേ ആർ ഇൻ ദി സെയിം പ്ലേസ്. ഓക്കെ, അവർ ഒരേ സ്ഥലത്താവുമ്പോഴാണ് അങ്ങനെ റാൻഡം കീ ചൂസ് ചെയ്യുന്നത്. ആൻഡ് ആർ നോട്ട് ബീയിങ് ഒബ്സർവ്ഡ് ബൈ ഓസ്കാർ. ഓക്കെ, ഓസ്കാർ എന്നുള്ള ആൾ ഇതിനിടയിൽ നിന്ന് ആ കാര്യം ഒബ്സർവ് ചെയ്യുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു റാൻഡം കീ ചൂസ് ചെയ്യും. ഓൾ ആൾട്ടർനേറ്റീവ്ലി വെൻ ദേ ഡു ഹാവ് ആക്സസ് ടു എ സെക്യൂർ ചാനൽ in which case they can be in different places. ഇനി അവർ രണ്ടുപേരും 2 ഡിഫറെൻറ്റ് സ്ഥലത്താണുള്ളത്. പക്ഷേ അവർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ചാനൽ വഴിയാണ് അവർ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് പ്ലേസിൽ ഇരുന്നാലും മതി. ഓക്കെ, അറ്റ് എ ലേറ്റർ ടൈം സപ്പോസ് ആലീസ് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ് ടു ബോബ് ഓവർ ആൻ ഇൻസെക്യൂർ ചാനൽ. ഓക്കെ, ഒരു സെക്യൂർ അല്ലാത്ത ചാനലിലൂടെ, അതായത് ഒരു സുരക്ഷിതമല്ലാത്തൊരു ചാനലിലൂടെ ആലീസിന് ബോബിലേക്ക് ഒരു മെസ്സേജ് കൈമാറണം. ഓക്കെ, വി സപ്പോസ് ദാറ്റ് ദിസ് മെസ്സേജ് ഈസ് എ സ്ട്രിങ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മുടെ മെസ്സേജ് ഒരു പ്രത്യേക സ്ട്രിങ് രൂപത്തിലാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു x1 x2 എക്സ്ട്രാ എക്സ് എന്നുള്ളൊരു സ്ട്രിങ് രൂപത്തിലാണ് നമ്മുടെ മെസ്സേജ് ഉള്ളത്. ഇപ്പോൾ സപ്പോസ് ആപ്പിൾ എന്നുള്ളത് എന്താണ്, ഒരു സ്ട്രിങ് ആണ്. കാരണം എന്താണ്, ഇവിടെ x1 എന്നുള്ളത് എ ആണ്, x2 എന്നുള്ളത് പി ആണ്, x3 എന്നുള്ളത് എന്താണ്, പി ആണ്, x4 എൽ ആണ്, x5 ഇ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രിങ് രൂപത്തിലുള്ള മെസ്സേജാണ് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ സം ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഫോർ ഈച്ച് പ്ലെയിൻ ടെക്സ്റ്റ് സിമ്പിൾ xi ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് പി. നിങ്ങൾ നോക്കൂ, ഇതിൽ ഓരോ എലമെൻറ്റും പ്ലെയിൻ ടെക്സ്റ്റ് എന്നുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഈച്ച് xi ഈസ് എൻക്രിപ്റ്റഡ് യൂസിങ് ദി എൻക്രിപ്ഷൻ റൂൾ ഇ കെ സ്പെസിഫൈഡ് ബൈ ദി
പ്രീ ഡിറ്റർമിൻഡ് കീ കെ. നമ്മൾ മുമ്പേ യൂസ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മുമ്പേ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് വെച്ചാൽ കീ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക റൂൾ ഉണ്ടാക്കുമല്ലോ ഇ കെ. ആ റൂൾ വെച്ചിട്ട് നമ്മൾ ഇ കെ ഓഫ് x1നെ നമ്മൾ ചേഞ്ച് ചെയ്യും. അതായത് x1 എന്നുള്ള കോഡിന് x1 എന്നുള്ള മെസ്സേജ് നമ്മൾ കോഡാക്കി മാറ്റും. അതേപോലെ ഇ കെ ഓഫ് x2 നമ്മൾ ചെയ്യും. x2 എന്നുള്ള സ്ട്രിങ്ങിനെ നമ്മൾ മാറ്റും. എക്സെട്ര ഇ കെ ഓഫ് എത്ര നമ്മുടെ സ്ട്രിങ്ങിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ ഓരോ സിമ്പിളിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആപ്പിൾ എന്നുള്ളതിൽ 5 സിമ്പിൾസ് അല്ലേ ഉള്ളൂ. സോ ഇ കെ ഓഫ് x5 വരെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് രൂപത്തിലേക്ക് മാറ്റുക. ഓക്കെ. ഹെൻസ് ആലീസ് കമ്പ്യൂട്ട്സ് y ഈക്വൽ ടു ഇ കെ ഓഫ് xi. സോ ആലീസ് എന്ത് ചെയ്യും, ഇ കെ ഓഫ് xi ഫൈൻഡ് ചെയ്യും. ഇ കെ ഓഫ് xi നമ്മൾ y എന്ന് വിളിക്കാം. സപ്പോസ് ഇ കെ ഓഫ് x1 y1 ആണ്, ഇ കെ ഓഫ് x2 y2 ആണ്, എക്സെട്ര ഇ കെ ഓഫ് x5 y5 ആണ്. ഓക്കെ. സോ ആലീസ് ഇപ്പോൾ ഏത് രൂപത്തിലായിരിക്കും ആലീസിൻ്റെ മെസ്സേജ് എന്തായിരിക്കുക, x1 x2 x3 x4 x5 ഉള്ളത് എന്തായി മാറും, y1 y2 y3 y4 y5 ആയിട്ട് മാറും ആലീസിൻ്റെ മെസ്സേജ്. അപ്പോൾ അത് കോഡ് രൂപത്തിലായല്ലോ. ഓക്കെ. ആൻഡ് ദ റിസൾട്ടിങ് സിഫർ ടെക്സ്റ്റ് സ്ട്രിങ് എന്തായിരിക്കും, y ഈക്വൽ ടു y1 y2 എക്സ്ട്രാ yn. ഓക്കെ. ആ ഒരു y1 y2 എക്സ്ട്രാ y എന്നുള്ള രൂപത്തിലേക്ക് ആലീസ് സെൻഡ് ചെയ്യും മെസ്സേജ്. ഓക്കെ. ദിസ് മെസ്സേജ് ഈസ് സെൻഡ് ഓവർ ദി ചാനൽ. ആ മെസ്സേജ് ചാനൽ വഴി സെൻഡ് ചെയ്യും. ഓക്കെ. വെൻ ബോബ് റിസീവ്സ് y1 y2 എക്സ്ട്രാ yn, അപ്പോൾ ബോബിന് എന്ത് കിട്ടും, y1 y2 എക്സ്ട്രാ y എന്നുള്ള ആ ഒരു കോഡ് രൂപത്തിലുള്ള മെസ്സേജ് കിട്ടും. ഹി ഡീക്രിപ്റ്റ്സ് ഇറ്റ്സ് യൂസിങ് ദി ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ ഡി കെ. ഈ y1 y2 എക്സ്ട്രാ y എന്നുള്ള സ്ട്രിങ് ബോബ് കോഡ് രൂപത്തിലല്ലേ ബോബിന് കിട്ടുന്നത്, അത് ഒറിജിനൽ മെസ്സേജ് ആക്കുന്നത് ഡി കെ എന്നുള്ള ഡീക്രിപ്ഷൻ കീ യൂസ് ചെയ്തിട്ടാണ്. സോ ഡി കെ ഓഫ് y യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, xi എന്നുള്ള മെസ്സേജ് കിട്ടും. ഓക്കെ. അപ്പോൾ ഒറിജിനൽ മെസ്സേജായി മാറിയില്ലേ. ഓക്കെ. ഒബ്റ്റൈനിങ് ദി ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിങ് x1 x2 എക്സ്ട്രാ xn. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ. നോക്കാം. ക്ലിയർലി ഇറ്റ് മസ്റ്റ് ബി ദി കേസ് ദാറ്റ് ഈച്ച് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഇ കെ ഈസ് ആൻ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 1 1. സോ ഇ കെ എന്നുള്ളൊരു ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ പറഞ്ഞു, അത് എന്തായിരിക്കണം, ദാറ്റ് മസ്റ്റ് ബി എ 1 1 ഫംഗ്ഷൻ. ഇതൊരു 1 1 ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ. അതർവൈസ് 1 1 അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഡീക്രിപ്ഷൻ കുഡ് നോട്ട് ബി അക്കംപ്ലിഷ്ഡ് ഇൻ ആൻ അൺഅംബിഗ്വസ് മാനർ. ഓക്കെ. ഈ ഇ കെ എന്നുള്ള ഫംഗ്ഷൻ 1 1 അല്ല എങ്കിൽ നമ്മുടെ ഡീക്രിപ്ഷൻ പോസിബിൾ ആവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇ കെ ഓഫ് x1 എന്നുള്ള പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ഒരു y എന്ന് എഴുതി. ഓക്കെ. അതേപോലെ ഇ കെ ഓഫ് x2. ഓക്കെ. x2 എന്താണ്, y ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, y ഈക്വൽ ടു ഇ കെ ഓഫ് x1 ഈക്വൽ ടു ഇ കെ ഓഫ് x2. സോ നമുക്കറിയാം x1നെയും x2നെയും എങ്ങോട്ടാണ് കോഡ് ചെയ്യുന്നത്, x1 എന്നുള്ളതും അതേപോലെ x2 എന്നുള്ള ഈ രണ്ട് സ്ട്രിങ്ങിനെയും എങ്ങോട്ടാണ് കോഡ് ചെയ്യുന്നത്, y എന്നുള്ള ഒറ്റ കോഡ് രൂപത്തിലാണ് മാറ്റുന്നത്. ഓക്കെ. ഇവിടെ x1 നോട്ട് ഈക്വൽ ടു x2. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് y എന്നുള്ള മെസ്സേജ് ആർക്കാണ് കിട്ടുക, ഇത് ബോബിനല്ലേ കിട്ടുക. അപ്പോൾ ബോബ് ഇത് തിരിച്ച് മെസ്സേജ് ആക്കുമ്പോൾ ബോബിന് 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ഒന്നുകിൽ x1 അല്ലെങ്കിൽ x2. അത് ബോബിന് അറിയില്ല ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത്. ഓക്കെ. സോ y ഈക്വൽ ടു ഇ കെ ഓഫ് x1 ഈക്വൽ ടു ഇ കെ ഓഫ് x2 where x1 not equal to x2, then Bob has no way to knowing whether y should decrypt to x1 or x2. So y x1ലേക്കാണോ അല്ലെങ്കിൽ x2ലേക്കാണോ തിരിച്ച് ഒറിജിനൽ മെസ്സേജ് ആക്കേണ്ടത് എന്നുള്ളത് ബോബിന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എപ്പോഴും ഇ കെ എന്നുള്ള ഫംഗ്ഷൻ 1 1 അല്ല എങ്കിൽ. സോ ഇ കെ ഷുഡ് ബി 1 1. ഓക്കെ. നോട്ട് ദാറ്റ് ഇഫ് സ്ക്രിപ്റ്റ് ബി ഈക്വൽ ടു സ്ക്രിപ്റ്റ് സി. ഓക്കെ. ഇവിടെ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റുകളുടെ സെറ്റും സിഫർ ടെക്സ്റ്റുകളുടെ സെറ്റും സെയിം ആണെങ്കിൽ ഇറ്റ് ഫോളോസ് ദാറ്റ് ഈച്ച് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഈസ് എ പെർമ്യൂട്ടേഷൻ. ഓരോ എൻക്രിപ്ഷൻ ഫംഗ്ഷനും എന്തായിരിക്കും, അതായത് ഇ കെ എന്നുള്ള ഫംഗ്ഷൻ ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നമ്മളൊരു ഡെഫിനിഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോസ് എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ്. എയും ബി എന്താണ്, ഇൻറ്റിജേഴ്സ് ആണ്. ആൻഡ് എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ദെൻ വി റൈറ്റ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. ഓക്കെ. നമ്മളെങ്ങനെയാണ് എഴുതുക, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് എം ഡിവൈഡ്സ് ബി മൈനസ് എ, എം ബി മൈനസ് എ എന്നുള്ള നമ്പർ നമുക്ക് എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് എം ഡിവൈഡ്സ്
ബി മൈനസ് എ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി മൈനസ് എ നമുക്ക് എം കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ദി ഡിഫറൻസ് ബി മൈനസ് എ ഈസ് divisible by m. Okay, the phrase a congruent to b mod m is called congruence. So നമ്മൾ ഈ ഒരു ഫ്രേസിനെ നമ്മൾ പറയുന്നത് എന്താണ്, കോൺഗ്രുവൻസ് എന്നാണ് പറയുക. ആൻഡ് ഇറ്റ് ഈസ് റീഡ് ആസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം. ഓക്കെ, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം എന്നാണ് നമ്മളിതിനെ റീഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന എം എന്നുള്ള ഇൻറ്റിജർ, അത് നമ്മൾ പറയുന്നതാണ് ഇൻറ്റിജർ എം ഈസ് കോൾഡ് മോഡുലസ്. നമ്മൾ മോഡുലസ് എന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു നമുക്കെന്ത് പറയാം, 18 മോഡുലോ 6. ഓക്കെ, ഇതിൻ്റെ റീസൺ എന്താണ്, നിങ്ങൾ നോക്കൂ. 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 18 മോഡുലോ 6 എന്ന് പറയുന്ന റീസൺ എന്താണ്, 18 മൈനസ് 6നെ. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, എ കോൺഗ്രുവൻറ്റ് ടു ബി ആണെങ്കിൽ നമ്മൾ ബി മൈനസ് എ എം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് ഇവിടെ 6 കോൺഗ്രുവൻറ്റ് 8 ആണ്. 18 മൈനസ് 6നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. സോ 6 ഡിവൈഡ്സ് 18 മൈനസ് 6 അല്ല. റീസൺ എന്താണ്, 18 മൈനസ് 6 എന്താണ്, നമുക്കറിയാതെ എന്താണ്, അത് 12 ആണ്. ഓക്കെ, 12ന് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നമുക്ക് ആൻസർ അല്ല വേണ്ടത്, നമുക്ക് 18 മൈനസ് 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. നമുക്കെന്ത് പറയാം, 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 1 എന്ന് പറയാം. കാരണം എന്താണ്, 2 മൈനസ് 4 ഈസ് ഡിവിസിബിൾ ബൈ 1, അല്ലെങ്കിൽ 1 ഡിവൈഡ്സ് 2 മൈനസ് 4. ദാറ്റ് ഈസ് 1 ഡിവൈഡ്സ് 2 മൈനസ് 4 എത്രയാണ്, -2. ദാറ്റ് മീൻസ് -2ന് നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺഗ്രുവൻസിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, സപ്പോസ് വി ഡിവൈഡ് എ ആൻഡ് ബി ബൈ എം. ഓക്കെ, സോ എനെയും ബിനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒബ്റ്റെയിനിങ് ഇൻറ്റിജർ കോഷ്യൻസ് ആൻഡ് റിമൈൻഡേഴ്സ്. സോ നമുക്ക് എനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോഷ്യൻ്റ് കിട്ടും, റിമൈൻഡറും കിട്ടും. അതേപോലെ ബീനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യൻ്റ് ഒരു റിമൈൻഡറും കിട്ടും. ഓക്കെ, വേർ ദി റിമൈൻഡേഴ്സ് ആർ ബിറ്റ്വീൻ 0 ആൻഡ് m-1. നമുക്കറിയാം റിമൈൻഡേഴ്സ് 0ക്കും m-1നും അടുക്കുള്ള നമ്പേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് എ ഈക്വൽ ടു Q1m പ്ലസ് R1. ഓക്കെ, അപ്പോൾ എ എന്നുള്ള നമ്പർ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിനെ, എ ഈക്വൽ ടു സം കോഷ്യൻ Q1 ഇൻറ്റു എം പ്ലസ് സം റിമൈൻഡർ R1 എന്ന് എഴുതാം. ഇതേപോലെ നമ്മൾ ബീനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, ബി ഈക്വൽ ടു സം കോഷ്യൻ Q2 ഇൻറ്റു എം പ്ലസ് സം റിമൈൻഡർ R2 എന്ന് എഴുതാം. അതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്, ബി ഈക്വൽ ടു Q2m പ്ലസ് R2, വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1. ഇവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും, 0നേക്കാൾ വലുതായിരിക്കും, m-1നേക്കാൾ ചെറുതായിരിക്കും. അതേപോലെ ഇവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും, 0നേക്കാൾ വലുതായിരിക്കും, m-1നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു സീ ദാറ്റ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് R1 ഈക്വൽ ടു R2. ഇവിടുത്തെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇവിടുത്തെ രണ്ട് റിമൈൻഡേഴ്സും സെയിം ആണെങ്കിൽ ഓക്കെ, ഇവിടുത്തെ ഈ R1ഉം R2 എന്നുള്ള ഈ രണ്ട് റിമൈൻഡേഴ്സ് സെയിം ആണെങ്കിൽ, ഇഫ് R1 ഈക്വൽ ടു R2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വിച്ച് ഇംപ്ലൈസ് ഇറ്റ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആയിരിക്കും. ഓക്കെ, ഇവിടെ രണ്ട് റിമൈൻഡേഴ്സും സെയിം ആണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, വി വിൽ യൂസ് ദി നൊട്ടേഷൻ എ മോഡ് എം വിത്തൗട്ട് പാരാന്തസിസ് ടു ഡിനോട്ട് ദി റിമൈൻഡർ വെൻ എ ഈസ് ഡിവൈഡ് ബൈ എം. സോ നമ്മൾ ഒരു നൊട്ടേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, എ മോഡ് എം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് പാരാന്തസിസ്, അതായത് ബ്രാക്കറ്റ്സ് വേണ്ട. ഓക്കെ, എ മോഡ് എം എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, എനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറിനെയാണ് നമ്മളെന്ത് പറയുന്നത്, എ മോഡ് എം. അപ്പോൾ എനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്, R1 ആണല്ലോ. സോ R1 നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ മോഡ് എം എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദി വാല്യൂ R1 എബോവ്. ഓക്കെ, ദസ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ മോഡ് എം
ഈക്വൽ ടു ബി മോഡ് എം. സോ നമുക്ക് എന്ത് പറയാം, എ കോൺഗ്രൻ ടു ബി മോഡ് എം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ മോഡ് എം ഈക്വൽ ടു ബി മോഡ് എം ആയിരിക്കും. ഓക്കെ, അതായത് എ മോഡ് എം എന്ന് പറയുമ്പോൾ R1, ബി മോഡ് എം എന്ന് പറയുമ്പോൾ R2. ഓക്കെ, അപ്പോൾ R2 ഏതായിരിക്കും ഇവിടുത്തെ, ബി മോഡ് എം. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഇഫ് R1 ഈക്വൽ ടു R2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കോൺഗ്രൻ ടു ബി മോഡ് എം. അതായത് R1 നും R2 നമ്മൾ എ മോഡ് എമ്മും ബി മോഡ് എമ്മും കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, എ മോഡ് എം ഈക്വൽ ടു ബി മോഡ് എം if and only if A congruent to B mod n. Okay. If we replace A by A mod n, we say that A is reduced modulo m. Okay. A mod m നെ നമ്മൾ A റീപ്ലേസ് ചെയ്താൽ നമ്മൾ എന്ത് പറയും, അതിനെ റെഡ്യൂസ്ഡ് മോഡുലോ എം എന്ന് പറയും. ഓക്കെ, സോ ഇത്രയും ഡെഫിനിഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത്രയും നൊട്ടേഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് 1-2 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 101 മോഡ് 7 നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, 101 മോഡ് 7 എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. അതായത് 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ 101നെ നമ്മൾ 7 ഇൻറ്റു സംതിങ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. നോക്കുക, നമുക്കറിയാം 101ൽ 7 14 ടൈംസ് ഉണ്ട്. ഓക്കെ, സോ 101നെ നമ്മൾ 7 ഇൻറ്റു 14 പ്ലസ് 3 എന്ന് എഴുതാം. ഓക്കെ, സോ 101ൽ 14 ടൈംസ് 7 ഉണ്ട്, ബാക്കി റിമൈൻഡർ 3 ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടുത്തെ റിമൈൻഡർ എന്താണ്, 3 ആണല്ലോ. അത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണല്ലോ. 6 എന്ന് പറയുമ്പോൾ m-1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് a ഈക്വൽ ടു സം q1 ഇൻറ്റു m പ്ലസ് r1 എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ r1ൻ്റെ പ്രത്യേകത എന്തായിരിക്കും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1 ആയിരിക്കും. അപ്പോൾ ഇവിടെ m- എന്ന് പറയുമ്പോൾ എന്താണ്, m7 ആണ് നമ്മുടെ. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിമൈൻഡർ R1, ദാറ്റ് മീൻസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m- എന്ന് പറയുമ്പോൾ 7-1 ദാറ്റ്സ് ഈക്വൽ ടു 6. ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് എന്താ, 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്, 3 ആണ്. സോ 101 മോഡ് 7 എത്രയായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് -101 മോഡ് 7 ഫൈൻഡ് ചെയ്യണം. ഓക്കെ, -101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും. ഈ കേസിൽ നമുക്ക് -101നെ നമുക്ക് എങ്ങനെ എഴുതാം, -101 ഈക്വൽ ടു 7 ഇൻറ്റു -15 പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, -101 ഈക്വൽ ടു 7 ഇൻറ്റു -15 പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടുത്തെ റിമൈൻഡർ 4 ആണല്ലോ. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1 ദാറ്റ് മീൻസ് 7-1 ദാറ്റ് മീൻസ് 6. ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് എന്താ, ഇറ്റ് ഇംപ്ലൈസ് -101 മോഡ് 7 ഈക്വൽ ടു 4 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അരിത്തമെറ്റിക് മോഡുലോ എം ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നൗ വി ഡിഫൈൻ അരിത്തമെറ്റിക് മോഡുലോ എം. എന്താണ് അരിത്തമെറ്റിക് മോഡുലോ എം എന്ന് നോക്കാം. സെറ്റ് എം ഈസ് ദി സെറ്റ് 0 1 2 3 എക്സ്ട്രാ m-1. ഓക്കെ, സോ സെറ്റ് എം എന്നുള്ള സെറ്റ് ഏതാണ്, സെറ്റ് 0 1 2 എക്സെട്രാ m-1 ആണ് നമ്മുടെ സെറ്റ് എം എന്നുള്ള സെറ്റ്. ഓക്കെ, ഈ സെറ്റ് എക്യുപ്ഡ് വിത്ത് 2 ഓപ്പറേഷൻസ്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഈ സെറ്റിൻ്റെ കൂടെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതായത് സെറ്റ് എം പിന്നെ 2 ഓപ്പറേഷൻസ് ഉണ്ട്, ഒന്ന് അഡീഷനാണ്, ഒന്ന് മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ സെറ്റ് എം വർക്ക് എക്സാക്ട്ലി ലൈക്ക് റിയൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതായത് നമ്മുടെ ഇവിടുത്തെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മുടെ റിയൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സെപ്റ്റ് ദാറ്റ് ദ റിസൾട്ട്സ് ആർ റെഡ്യൂസ്ഡ് മോഡുലോ എം. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ മോഡുലോ എമ്മിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി വാണ്ട് ടു കമ്പ്യൂട്ട് 11 ഇൻറ്റു 13 ഇൻ Z16. ഓക്കെ, നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം, 11 ഇൻറ്റു 13 ഇൻ Z16 നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ആസ് ഇൻറ്റിജേഴ്സ് വി ഹാവ് 11 ഇൻറ്റു 13 ഈക്വൽ ടു 143. നമുക്കറിയാം 11 ഇൻറ്റു 13 എത്രയാണ്, 143 ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനെ Z16ലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം, 143 മോഡുലോ
16 നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, സോ അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 143 നമ്മൾ 8 × 16 + 15 എന്ന് എഴുതാം. ഓക്കെ, അതായത് Z16ലേക്കാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ 143ൽ എത്ര 16 ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുക. സോ 8 × 16 ഉണ്ട്. സോ 8 × 16 + 15 എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മൾ 143യെ 8 × 16 + 15 എന്ന് എഴുതിയാൽ 143 മോഡുലോ 16 എന്തായിരിക്കും? 163 മോഡുലോ 16 എന്ന് പറയുമ്പോൾ 143യെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അല്ലേ? ഇവിടുത്തെ റിമൈൻഡർ ഏതാണ്? 15 ആണല്ലോ. സോ നമുക്കെന്ത് പറയാം? 143 മോഡുലോ 16 എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു 15. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. 143 നമുക്ക് 8 × 16 + 15 എന്ന് എഴുതാം. സോ 143 mod 16 = 15 ആണ്. ഓക്കെ, നമുക്ക് എന്താ പറയാം? 11 × 13 അത് 15 ആയിരിക്കും. അവിടെ Z16 എന്നുള്ള സെറ്റിൽ 11 × 13 15 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മോഡുലോ എമ്മിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മുടെ ZM അത് മൾട്ടിപ്ലിക്കേഷനിലും അഡീഷനിലും ഒരുപാട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. അഡീഷൻ ഈസ് ക്ലോസ്ഡ്. അഡീഷൻ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ ഏത് രണ്ട് AB എന്നുള്ള നമ്പേഴ്സ് ZM എന്ന് ചൂസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? A + B വീണ്ടും ZM ഉണ്ടായിരിക്കും. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് മീൻസ് ഫോർ എനി AB ബിലോങ്സ് ടു ZM A + B = B + A. A + B B + A ഈക്വൽ ആയിരിക്കും. അഡീഷൻ എന്തായിരിക്കും? അസോസിയേറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഫോർ എവറി ABC ബിലോങ്സ് ടു ZM A + B + = A + B + C. അതുപോലെ 0 is an additive identity. 0 എന്നുള്ളത് എന്തായിരിക്കും? ഒരു അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിരിക്കും. അതായത് നമ്മൾ ഏത് എലമെൻറ്റ് A ചൂസ് ചെയ്താലും A + 0 = 0 which is equal to 0 + A. ഓക്കെ, അതേപോലെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും ഏത് നമ്പറിനും. നമ്മൾ ZM എന്നുള്ള ഏത് നമ്പർ എടുത്താലും അതിന് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അത് എന്തായിരിക്കും? M - A ആയിരിക്കും. ദാറ്റ് ഈസ് A + M - A എന്തായിരിക്കും? അത് 0 ആയിരിക്കും. അല്ലെങ്കിൽ M - A + A എന്തായിരിക്കും? അത് 0 ആയിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസ് അഡീഷനുള്ള പ്രോപ്പർട്ടീസാണ്. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ ചില പ്രോപ്പർട്ടീസ് അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അതൊക്കെയാണ് മൾട്ടിപ്ലിക്കേഷണൽ പ്രോപ്പർട്ടീസ്. മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് A × B നമ്മൾ ഏത് രണ്ട് എലമെൻറ്റ് ZM എന്ന് ചൂസ് ചെയ്താലും അതിൻ്റെ പ്രൊഡക്റ്റ് വീണ്ടും ZM ഉണ്ടായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് എനി AB ബിലോങ്സ് ടു ZM AB = BA. A × B B × A ഈക്വൽ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് AB × C = A × BC. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആയിരിക്കും. 1 ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ദാറ്റ് ഈസ് ഫോർ എനി A belongs to ZM A × 1 = 1. That's equal to 1 × A. ഓക്കെ, സോ A × 1 = 1 × A = A. നമ്മൾ ഏതൊരു നമ്പറിനോടും 1 മൾട്ടിപ്ലൈ ചെയ്ത അതേ നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ദി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഈസ് സാറ്റിസ്ഫൈഡ്. അതായത് നമ്മൾ ഏത് 3 നമ്പേഴ്സ് ABC ചൂസ് ചെയ്താലും A + B × C എന്തിന് ഈക്വൽ ആയിരിക്കും? AC + BCക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ A × BC എന്തിന് ഈക്വൽ ആയിരിക്കും? AB + ACക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇത്രയും കണ്ടീഷൻസ് എല്ലാം എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നവിടെ? ZM എന്നുള്ള ZMൻ്റെ കൂടെ ഉള്ള രണ്ട് ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സിൻസ് additive inverse exists in ZM we can also subtract elements in ZM. ഓക്കെ, സോ നമുക്കറിയാം ZMൽ ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്? 0 എന്നുള്ള എലമെൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ഷനും പോസിബിളാണ് ZMൽ. ഓക്കെ, അഡീഷൻ മാത്രമല്ല സബ്ട്രാക്ഷനും പോസിബിളാണ്. We define A - B in ZM to be A - B model. സോ നമ്മൾ ZMലെ A - B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് A - B mod M ആയിരിക്കും. അതായത് A നമ്മൾ B നിന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ എമ്മിലേക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ അത് തന്നെയാണ് നമ്മുടെ A - B മോഡ്. ഓക്കെ, ദാറ്റ് ഈസ് വി കമ്പ്യൂട്ട് ദ ഇൻറ്റിജർ A - B. നമ്മൾ ആദ്യം A - B കമ്പ്യൂട്ട് ചെയ്യും ആൻഡ് ദെൻ റെഡ്യൂസ് ഇറ്റ് മോഡുലോ M. നമ്മൾ എന്ത് ചെയ്യും? അതിനെ മോഡുലോ എമ്മിലേക്ക് റെഡ്യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് 11 - 18 ഇൻ Z31 ഫൈൻഡ് ചെയ്യണം. ഓക്കെ, Z31ൽ 11 - 18 ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? 11 - 18 നമ്മൾ ഫൈൻഡ് ചെയ്യുക. നമുക്ക് എന്താ കിട്ടുക? -7. ഓക്കെ, ഇനി -7 മോഡുലോ 31 നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇതെന്തായിരിക്കും? നമ്മൾ 31 ആവാൻ ഈ 7ലേക്ക് എത്ര ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് നോക്കാം. സോ നമുക്ക് എത്ര കിട്ടുക? 24 നമുക്ക് കിട്ടും.
അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? -7 mod 31 നമ്മളെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? -7 ഈക്വൽ ടു 31 ഇൻറ്റു, ഓക്കെ, -7 ഈക്വൽ ടു 31 ഇൻറ്റു, നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്? 7 ഈക്വൽ ടു 31 ഇൻറ്റു -1 പ്ലസ്, നമുക്ക് എങ്ങനെ എഴുതാം? +24 എന്ന് എഴുതാം. ഓക്കെ, സോ നിങ്ങൾ നോക്കൂ, 31 ഇൻറ്റു -1 എത്രയാണ്? 31 ഇൻറ്റു -1 -31 ആണ്. സോ -31 + 24 നമുക്ക് എത്ര കിട്ടുക? -7 കിട്ടും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? സോ -7 -31 ഇൻറ്റു -1 + 24 എന്ന് എഴുതാം എന്ന് പറയാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ നമ്മുടെ റിമൈൻഡർ ഏതാണ്? ഇവിടുത്തെ റിമൈൻഡർ ഏതാണ്? ഇപ്പം നമ്മളെങ്ങനെ ഇതിന് എഴുതിയത്? A = m × q + r. A = mq + r. ഇവിടുത്തെ റിമൈൻഡർ ഏതാണ്? 24 ആണല്ലോ. ഓക്കെ, ഇവിടുത്തെ റിമൈൻഡർ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? 0 < > 24 < ദാറ്റ് മീൻസ് 0 < r < m - 1 എന്നുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ? 0 < 24 < m - എന്ന് പറയുമ്പോൾ 31 - 1 ദാറ്റ്സ് 30. ഓക്കെ, സോ നമുക്കെന്ത് പറയാം? ഇത് വാലിഡാണ്. സോ നമുക്കെന്ത് പറയാം? -7 ഈ ഫോമിൽ എഴുതുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 24 ആണ്. സോ നമുക്കെന്ത് പറയാം? -7 mod 31 24 ആണ്. ഓക്കെ, സോ നമുക്കെന്ത് പറയാം? ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ.